3 സീറ്റാണ് ഇപ്പോൾ ഒഴിവ് വരുന്നത്. അപ്പോൾ അതിൽ രണ്ടെണ്ണത്തിലെ LDFന് ജയിക്കാൻ പറ്റുള്ളൂ. ഒരെണ്ണത്തിൽ UDF ആണ് ജയിക്കുക ഇപ്പോഴത്തെ ഒരു നിയമസഭാ കോമ്പോസിഷൻ വെച്ചിട്ട്. അപ്പോൾ CPMനെ സംബന്ധിച്ചിടത്തോളം ഒരു സീറ്റ് ഒഴിവ് വരുന്ന ഒരു സീറ്റ് ബിനോയ് വിഷം ഒഴിയുന്ന സീറ്റ് കൂടിയാണ്, നമ്മൾ മനസ്സിലാക്കാം. CPMന് ഒരു സീറ്റ് ഇല്ലാതെ പറ്റില്ല. കാരണം CPM പിന്നെ അവരുടെ പാർലമെൻറ്റിൽ അവരുടെ പ്രസൻസ് പെർഫോമൻസ് വളരെ പ്രധാനമാണ്. അവർക്ക് ലോക്സഭയിൽ വേണ്ടത്ര അംഗങ്ങളില്ല. കേരളത്തിൽ നിന്നുള്ള രാധാകൃഷ്ണനും തമിഴ്നാട്ടിൽ നിന്നുള്ള 2 പേരും, പിന്നെ നമ്മുടെ രാജസ്ഥാനിലെ അമ്രാവ് റാമും മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ ലോക്സഭയിൽ വളരെ പുവറാണ് എന്ന് പറഞ്ഞാൽ രാജ്യസഭയിൽ എന്തെങ്കിലും ഒരു പ്രസൻസ് ഫീൽ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ലീഡേഴ്സ് അവർക്കില്ല. പിന്നെ അതെങ്ങനെയാണ് കോമ്പൻസേറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാജ്യസഭയിൽ ആളുകളെ പറഞ്ഞയച്ചുകൊണ്ടാണ്. നേരത്തെ ബൃന്ദ കാരാട്ട് ഉണ്ടായിരുന്നു, സീതാറാം യെച്ചൂരി ഉണ്ടായിരുന്നു. അപ്പം അവരുടെ പാർലമെൻ്ററി ഡിബേറ്റുകളൊക്കെ ആ നിലക്ക് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആ സീറ്റ് വിട്ടുകൊടുക്കുക എന്നുള്ളത് സാധ്യമല്ല, വളരെ പ്രായോഗികമായിട്ട് നോക്കിയാൽ സാധ്യമല്ല. പിന്നെ പിന്നെയുള്ളത് CPI ആണ്. CPI അവരുടെ കയ്യിലുള്ളൊരു സീറ്റ് നഷ്ടപ്പെടുത്താൻ അവരും സന്നദ്ധമല്ല. അവർക്കും ഈ പ്രശ്നമുണ്ട്. ലോക്സഭയിൽ ആളുകളില്ല, രാജ്യസഭയിലും ആളുകളില്ലാതെ വരിക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് അചിന്ത്യമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇതേ കിടക്കുന്നു കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലോക്സഭയിൽ ഉണ്ടായിരുന്ന പ്രാതിനിധ്യം, ലോക്സഭയിലും രാജ്യസഭയിലും പ്രാതിനിധ്യം ഉണ്ടായിരുന്നതാണ്. അത് രണ്ടും നഷ്ടപ്പെട്ടു. എന്ന് മാത്രമല്ല അവരുടെ നേതാവ് ജോസ് കെ മാണി ഇപ്പോൾ ഒന്നുമില്ലാതെ നിൽക്കുകയാണ്. അയാൾ MLA അല്ല, MP അല്ല, ഒന്നുമല്ല. കേരള കോൺഗ്രസ് പോലെയുള്ള ഒരു ഒരു പാർട്ടിയിൽ അങ്ങനെയൊന്നും അല്ലാതെ ഒരു ലീഡർക്ക് കമാൻഡോടുകൂടി നിൽക്കുക എന്നുള്ളത് വലിയ പ്രയാസമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സീറ്റ് കിട്ടുക, രാജ്യസഭയിലെങ്കിലും ഒരു സീറ്റ് കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അവർക്ക് അണികൾക്ക് മുമ്പിലും പറഞ്ഞു നിൽക്കണ്ടേ, ലോക്സഭയിലും ആളില്ല, രാജ്യസഭയിലും ആളില്ല, പാർട്ടി ചെയർമാന് പദവികളുമില്ല. ഇങ്ങനെയൊക്കെ വരുന്നത് അവർക്കും പ്രശ്നമാണ്. അവർ ഒരു സീറ്റിന് വേണ്ടി ശക്തമായിട്ട് ആവശ്യപ്പെടുന്നു. അപ്പോൾ മുന്നണി എന്തു ചെയ്യും? 3 സീറ്റ് RJD ബഹളം ഉണ്ടാക്കുന്നുണ്ട്, ശ്രേയാംസ് കുമാറും വലിയ രീതിയിൽ ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു പ്രതിസന്ധിയാണ്. പക്ഷേ ആ ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടാവും, ഈ സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവും. അത് മറികടക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ മിടുക്ക്. അപ്പോൾ ഇതിലെന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ട് മണി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് CPM ആലോചിക്കുന്ന വേറൊരു കാര്യം കൂടെയുണ്ട്. ഇവർക്ക് അതൊരു ഇതാണ്, ഒരു ട്രിപ്പീസ് കളിയാണ്. ഇവർക്ക് ഇപ്പോൾ സീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അസംബ്ലി ആകുമ്പോഴേക്ക് ഇവർ മറുകണ്ഠം ചാടും എന്ന് CPM ഭയക്കുന്നുണ്ട്, അല്ലെങ്കിൽ CPM ആശങ്കിക്കുന്നുണ്ട്. ആ ഭയത്തിന് അടിസ്ഥാനമുണ്ട്. നമ്മൾ തന്നെ കേരള കോൺഗ്രസിൻ്റെ ആളുകളായിട്ട് സംസാരിച്ചാൽ അവർ LDFിലാണെങ്കിലും ജെല്ലായിട്ടില്ല, മാനസികമായി LDFിൽ എത്തിയിട്ടില്ല. അപ്പുറത്തേക്ക് കണ്ണു നട്ടിരിക്കുന്ന നേതാക്കന്മാരാണ് അതിൽ കൂടുതലും ഉള്ളത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ അത് ഒരു 2 നിലക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന ഒരു കൂട്ടർക്ക് എന്തിനാണ് നമ്മൾ സീറ്റ് കൊടുക്കുന്നത് എന്ന് CPM ചിന്തിക്കുന്നുണ്ട്. നേരെ തിരിച്ച് ചിന്തിക്കുന്നവരുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ എങ്ങനെയെങ്കിലും പ്രത്യേകിച്ച് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയൊക്കെ ഉണ്ടായതിനു ശേഷം പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയെ അവരെ പിടിച്ചു നിർത്താൻ ആവശ്യമായ കാര്യങ്ങളെല്ലാം ചെയ്യണം എന്ന അഭിപ്രായമുള്ളവരുണ്ട്. അപ്പോൾ അത് എത്രയായാലും രാജ്യസഭാ സീറ്റ് കൊടുത്തത് സെറ്റിൽ ചെയ്യാൻ CPM നിൽക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. വേറെ ചില പദവികൾ ഓഫർ ചെയ്തിട്ടുണ്ട്. ഈ ക്യാബിനറ്റ് റാങ്കോടുകൂടി ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ സ്ഥാനമൊക്കെ, ആ നിലക്കുള്ള ചില ഓഫറുകളൊക്കെ